ജാഗോയിൽ പ്രത്യേകം നമ്മുടെ ടീം ബോക്സ് ടീം അവിടെ ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് കഴിഞ്ഞ് അടിപൊളിയോടെ നിൽക്കുകയാണ്. എൻ്റെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് സ്റ്റിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പെർഫോമൻസ് നിങ്ങളുടെ എല്ലാ ടാലൻറ്റുകളും ഇവിടെ ആയതുകൊണ്ട് കൊടുക്കുക? ഹായ് അച്ഛ, ഞങ്ങൾ ഈ ജാഗോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വേണ്ടി വരാനായിട്ട് ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നേക്കാണ്. പകുതിക്കുള്ള ആൾക്കാർ 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഇതെല്ലാം ഒരു കാരണം കൊണ്ട് മാത്രം, കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മാത്രം. ഈ എസ്പെഷ്യലി പ്രോഗ്രാമിൻ്റെ എൻക്വയറി വന്നപ്പോഴേക്കും ഈ ഡിസംബർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസീഷ്യൻസിന് എന്താ പറയുക, ആ വർഷത്തിൽ ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന സമയം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ വർഷം മൊത്തം ഓടിക്കാനുള്ളൊരു അന്നമാണ്. അത് കളഞ്ഞിട്ടാണ് പകുതി കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. അത് ഒറ്റ റീസണുള്ളൂ, കർത്താവിനോടുള്ള സ്നേഹം പകർന്നു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം. അത്രത്തോളം എക്സ്പീരിയൻസസ് ഉണ്ട് ഓരോ ആൾക്കാർക്കും പറയാനായിട്ട്. അത് ശരിക്കും ഇങ്ങനത്തെ ഒരു കോൺസേർട്ടിൽ വളരെ ടൈം ലിമിറ്റഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നത്. അപ്പോൾ താങ്ക് യു. തീർച്ചയായിട്ടും നമുക്കറിയാം, എബിൻ ഫിലിം ഫീൽഡിലൊക്കെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റിൽ അതിലൊക്കെ സമയം കണ്ടെത്തി ക്രിസ്തുവിന് വേണ്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുക? ഞാൻ ആക്ച്വലി എൻ്റെ ഒരു മ്യൂസിക്കൽ ജേർണി ഞാൻ തുടങ്ങിയത് തന്നെ ജീസൂത്തിൽ നിന്നാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ജീസൂസ് മൂവ്മെൻറ്റിൻ്റെ പാട്ടാണ്. അപ്പോൾ എനിക്കൊരു കൺവിക്ഷൻ ഉണ്ട്, അതായത് ഈ ഒരു ടാലൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കില്ല, ഞാനൊരു സിനിമയിലും പാടത്തില്ല. അപ്പോൾ ദൈവമാണ് ഈ ഒരു ടാലൻറ്റ് എനിക്ക് തന്നെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അതും അല്ലാണ്ട് കർത്താവിന് വേണ്ടി പാടുമ്പോൾ ആ കിട്ടുന്നൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ മൂവ് ചെയ്യണത് ഉറപ്പായിട്ടും കർത്താവാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ബാൻഡിൻ്റെ കൂടെയും. അത് ഞാൻ മാത്രമല്ല, ഇതിനകത്തുള്ള പല മ്യൂസീഷ്യൻസും ഉണ്ട്. പ്രയോറിറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് നമ്മൾ അനുഭവിച്ച ഒരു ദൈവസ്നേഹം, ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഞങ്ങൾക്ക് ഈ ഒരു ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇതിൽ നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാത്തിനും ഉപരിയായിട്ട് തീർച്ചയായിട്ടും ബോക്സ് ടീമിന് ഒരു സന്തോഷമുണ്ട്. നിങ്ങളുടെ ടീമിലെ മെമ്പർ കാരലായിരുന്നു, ഫാദർ ജോൺ കാരലായിട്ട് സീമൈ സഭയിൽ ഒരു അച്ഛനായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് കഴിവുകളുള്ള മനുഷ്യൻ. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലെ ടീം മെമ്പറായിരുന്നു, അവിടെ പഠിച്ചു. അതുപോലെ ഓഡിയോ വിഷൻ ടീമിൻ്റെയൊക്കെ മെമ്പറായിരുന്നു. സ്റ്റിൽ ഈ ഒരു വൊക്കേഷൻ നിൽക്കുമ്പോൾ ഒരുപാട് കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് പുറത്ത് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പുരോഗതിയിൽ കടന്നു വന്നത്, അല്ലെങ്കിൽ ഇന്ന് അതിന് ഒരു പുരോഗതിയായിരിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം എന്താണ് കാരൽ? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ CMI സഭയിലെ ഒരംഗമാണ്. CMI സഭയിലെ തിരുഹൃദയ പ്രവിശ്യയിലെ ഒരംഗമാണ്. ഞാൻ എൻ്റെ വൊക്കേഷനും എൻ്റെ കഴിവുകളും എല്ലാം വളർത്തിയെടുത്തത് GC യൂത്ത് മൂവ്മെൻറ്റിലൂടെയും ഓക്സ് ക്രിസ്റ്റി ഫാമിലിയിലൂടെയാണ്. അപ്പം ഞാൻ സെമിനാരിയിലായിരുന്നപ്പോഴും, സെമിനാരിയിൽ ചേർന്നതിന് മുമ്പേ ഞാൻ ബാൻഡിൻ്റെ ഭാഗമായിരുന്നു. ഈവൻ ആഫ്റ്റർ ഓർഡിനേഷൻ ഞാൻ ബാൻഡിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. സെമിനാരിലായിരുന്നപ്പോൾ ബാൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ് സങ്കീർത്തനം 87:7. നർത്തകരും ഗായകരും ഒരുമിച്ച് പറയും, ഞങ്ങളുടെ ഉറവ കർത്താവിൽ നിന്നാണ്. ആ ഒരു ബോധ്യം, ആ ഒരു കൺവിക്ഷൻ ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഈ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നത്. ഞങ്ങൾക്കിവിടെ നർത്തകരുമുണ്ട്, ഗായകരുമുണ്ട്. ഞങ്ങളുടെ ഉറവ, ഞങ്ങളുടെ സോഴ്സ്, ഞങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ശക്തി വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ സന്തോഷം വരുന്നത് എന്നുള്ളൊരു ബോധ്യമുണ്ട്. കർത്താവിൽ നിന്നാണെന്നുള്ളൊരു വലിയ ബോധ്യമുണ്ട്. അപ്പം അത് മനസ്സിൻ്റെ ആഴത്തിൽ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈവൻ ആഫ്റ്റർ ഓർഡിനേഷൻ പട്ടം കഴിഞ്ഞിട്ടും ഞാൻ ഇവരോട് യാത്ര ചെയ്യുന്നത്. അപ്പം ഇവരോട് ഒരുമിച്ച് കുർബാന ബലിയർപ്പിക്കാനും എല്ലാ കൂദാശകൾ പരിക്രമം ചെയ്യാനൊക്കെ കിട്ടുന്ന വലിയൊരു ഭാഗ്യം എൻ്റെ വൊക്കേഷനെ കൂടുതൽ ശക്തിപ്പെടുത്താനായി വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വളർത്തിയെടുത്ത വേരിനോട് നമുക്ക് ആദ്യം ഒട്ടിച്ചേർന്ന് നിൽക്കാം എന്നൊരു ബോധ്യം കർത്താവ് തന്നു. അതുകൊണ്ട് ആസ് എ വൺ വോക്സ് ക്രിസ്റ്റി ഫാമിലി, ഒരു ഒറ്റ കുടുംബമായിട്ട് ഞങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കുന്നു. എനിക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മളൊരു വോക്സ് ക്രിസ്റ്റി ഒരു 15ഓളം വർഷമായി. അപ്പോൾ അന്ന് മുതലേ നമ്മളൊരു ഒരു വൈദികന് വേണ്ടി, നമ്മളെ ഒരു സ്പെഷ്യൽ ഒരു വൈദികന് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പലരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ എടുത്ത് നമ്മൾ പലരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും നമ്മളെ വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ ദൈവം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ എടുത്തൊരു വൈദികനായിട്ട് നമ്മുടെ സ്വന്തം വോക്സ് ക്രിസ്റ്റിക്ക് ഒരു അച്ഛനെ തന്നേക്കുവാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. പ്രൈസ് ഗോഡ്. ഒരു സന്തോഷമുണ്ട് കേരളാജൻ. തീർച്ചയായിട്ടും ഈ നാളുകളിൽ കർത്താവിനോട് ചേർന്നത് കൊണ്ട് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട്, ബലിയർപ്പണം ബലിവസ്തുവാകാനായിട്ട് അച്ഛനെ ദൈവാനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ജാഗോയിൽ വന്ന് നിങ്ങളെല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി പറയുകയാണ്. ഇനിയും കർത്താവ് തന്ന കഴിവുകളും കർത്താവ് നല്ല എല്ലാ ടാലൻസും കർത്താവിന് വേണ്ടി ഇതിന് കൊടുക്കാനായിട്ട്, അതോടൊപ്പം തന്നെ കർത്താവിനെ സ്തുതിക്കാനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.